നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എല്ലാം മുറിയിനെടുത്ത് പുറത്തിടുക. ഇനിയൊന്ന് വലിച്ചെറിഞ്ഞേക്കല്ലേ. ആ ദാ പോയി വെച്ചുമോന്റെ കൂടെ കളിക്ക്. ചെല്ല്. ഇത് പുതിയതുപോലെയുണ്ടല്ലോ. ഇവിടെ ആരാ ഇപ്പൊ പ്രഗ്നൻസി ടെസ്റ്റ് നടത്താൻ? അവൾക്ക് അങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും പറ്റില്ല. ഡൗട്ട് തീർക്കാൻ നോക്കിയതായിരിക്കും. ചീരു, ആ ആഹാ, ഇതൊക്കെ എവിടുന്നാ? അമ്പിളി ചേച്ചി മഞ്ചാടി വരുമ്പോ കൊണ്ടുവന്നാണോ? അവര് വന്നിട്ടില്ല ചേച്ചി, സരോജിനി ആന്റി വന്നപ്പോ കൊണ്ടുവന്നതാ. ഓ, പപ്പായെ അവരുടെ വീട്ടിലുണ്ടായതാണത്ര. ആ അവിടെ ഇരിക്കട്ടെ. അല്ല, സരോജിനി ആന്റി വന്നിട്ട് പെട്ടെന്ന് പോയോ? വെറുതെ വന്നാണോ? ഗിരിചേച്ചി ഇന്നലെ തയ്ച്ച എന്റെ പൈസ കൊടുത്തിരുന്നു, അതെനിക്ക് തരാൻ വന്നതാ. ഞാനേ ഇപ്പൊ വരാം ചേച്ചി. ചീരു, നീ പ്രഗ്നൻസി ടെസ്റ്റ് നടത്തിയോ? പുറത്ത് ഞാനൊരു സ്ട്രിപ്പ് കണ്ടിരുന്നു. നീ അല്ലാതെ വേറെ ആരിവിടെ നോക്കാനാ? റിസൾട്ടൊക്കെ അതൊന്ന് വാങ്ങിപ്പോയി. ആ അല്ല, നെഗറ്റീവ് ആണല്ലോ അല്ലേ? അല്ല ചേച്ചി, പോസിറ്റീവാ. ചേരു, മോള് കാര്യമായിട്ട് പറയാണോ? അതെ ചേച്ചി, മഞ്ചാടിയുടെ വീഡിയോ ഉള്ള ഫോൺ തരാന്ന് പറഞ്ഞ അയാളെന്നെ അറപ്പും വെറുപ്പും ആയിരുന്നിട്ടും നമ്മുടെ അനിയത്തിയുടെ അഭിമാനം രക്ഷിക്കാൻ വഴങ്ങി കൊടുക്കേണ്ടി വന്നു. നീ എന്താ എന്നോട് പോലും പറയാതിരുന്നേ? അണക്കേട് ഓർത്തിട്ടാ ചേച്ചി. എന്റെ അവസ്ഥ ചേച്ചിയോട് പറയും പോലെ വേറെ ആരോടെങ്കിലും പറയാൻ പറ്റൂ? പറഞ്ഞ മനസ്സിലാവൂ? ആരും അറിയാതെ നശിപ്പിച്ച് കളയാന്ന് വിചാരിച്ചു. അതിന് ഇതൊക്കെ കഴിച്ചാ അത് നശിച്ചു പോകുന്ന നിന്നോട് ആരാ പറഞ്ഞേ? സരോജിനി ആന്റിയാണോ? ഇത് വേണ്ട മോളെ, ഇതൊന്നും ശരിയായ വഴിയല്ല. മോള് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. വിനയ നിന്റെ ഭർത്താവല്ലേ? ഇപ്പോഴത്തെ സാഹചര്യത്തില് അവന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ നിനക്ക് കഴിയില്ല. അതുകൊണ്ട് നമുക്കിത് നേരായ വഴിയിൽ ഇല്ലാതാക്കാം. വേണ്ട ചേച്ചി, അച്ഛനും അമ്പിളി ചേച്ചി ഇതറിഞ്ഞ ഒരു ജീവൻ ഇല്ലാതാക്കാൻ അവർ സമ്മതിക്കില്ല. പിന്നെ വീണ്ടും ഞാൻ ആ മനുഷ്യന്റെ കൂടെ ജീവിക്കേണ്ട അവസ്ഥ വരും. ദയവേത് അനു ചേച്ചി ഇതാരോടും പറയരുത്. ആരും അറിയാതെ ഇതില്ലാതാക്കാൻ അനു ചേച്ചി എന്നെ സഹായിക്കണം.
വീണ്ടും വിനയന്റെ കൂടെ പോകേണ്ടി വന്നു ഞാൻ ആത്മഹത്യ ചെയ്യുള്ളൂ. മോളെ ആ അമ്പിളി ചേച്ചി മഞ്ചാടി വന്നിട്ടുണ്ട്. മോൾ കണ്ണു തുടയ്ക്ക. കളിക്കായിരുന്നോ? അമ്മയുടെ മുത്ത് കളിക്കായിരുന്നോ? നമുക്ക് എന്ത് വേണമെന്ന് ആലോചിക്കാം. മോള് വിഷമിക്കാതെ. ചേച്ചി ഉണ്ട് നിന്റെ കൂടെ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. കേട്ടോ മോളെ?